Good morning all. Welcome to Veteran Classroom. ഇന്ന് സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡിലെ ബ്ലോക്ക് 2ലെ 9th യൂണിറ്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂണിറ്റ് 9 ദളിത് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ദളിത് പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് ഈ 9th യൂണിറ്റിലൂടെ നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. അതിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഹു ഈസ് എ ദളിത്, അതായത് ദളിതർ ആരാണ്, ഹു ഈസ് എ ദളിത്, ആരാണ് ദളിതർ. അപ്പൊ ദളിതരെ കുറിച്ചും നമ്മൾ സോഷ്യോളജി ഓഫ് ഇന്ത്യ ഫസ്റ്റിൽ നമ്മൾ ദളിതരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡിലെ ഈ 9th യൂണിറ്റിലും വരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ വളരെയധികം ചാതുർവർണ്ണത്തിനും താഴെയായിട്ടുള്ളവരായിരുന്നു ദളിതര്. ചാതുർവർണ്ണം എന്ന് പറയുമ്പോൾ 4 വർണ്ണാസ്, അതായത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, അതിലും താഴെയുള്ള വിഭാഗമായിരുന്നു ദളിതർ. അപ്പൊ അവരെ എങ്ങനെയാണ് സൊസൈറ്റി കൺസിഡർ ചെയ്തിരുന്നത്, അവർക്ക് മാത്രമല്ല അവരെന്തെല്ലാം ഡിസ്ക്രിമിനേഷൻ ആണ് ഇവിടെ ഫേസ് ചെയ്തിരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ അനലൈസ് ചെയ്യുന്നത്. അപ്പോ ഹു ഈസ് എ ദളിത്, ആരാണ് ദളിതർ? Dalits are known by different names in India, such as Holaya, Panchama, Chandala, Chamar, Adi Dravida, etc. ആരാണ് ദളിതർ? Dalits are known by different names in India. ഇന്ത്യയിലെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം. ഏതൊക്കെ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത്? ഹോളയ, അതേപോലെ തന്നെ പഞ്ചമ എന്ന് പറയുമ്പോൾ ചാതുർവർണ്ണത്തിനും താഴെയായിട്ടുള്ള 5ാമത്തെ വർണ്ണമാണ് പഞ്ചമ. അതുകൊണ്ടാണ് ദളിതരെ പഞ്ചമ എന്ന് പറയാനുള്ള കാരണം. ചാതുർവർണ്ണം 4 വർണ്ണം, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ആ 4 വർണ്ണത്തിനും താഴെയുള്ളവരായതുകൊണ്ടാണ് പഞ്ചമ എന്നും ദളിതരെ വിളിക്കാനുള്ള കാരണം. അപ്പോ ദളിതരെ ഏതൊക്കെ പേരുകളിലാണ് അവരെ അറിയപ്പെട്ടത്? ദളിത്സ് ആർ നോൺ ബൈ ഡിഫറെന്റ് നെയിംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയില് ദളിതര് വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെട്ടത്. ഹോളയ, പഞ്ചമ, ചണ്ടാല, ചമാർ, ആദി ദ്രാവിഡ, അതേപോലെ തന്നെ ആദി ദ്രാവിഡർ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു താഴ്ന്ന വിഭാഗമാണ് ദളിതർ. The word Dalit means suppressed, crushed or broken. ദളിത് എന്ന വാക്കിന്റെ അർത്ഥം അടിച്ചമർത്തപ്പെട്ടവർ, സപ്രസ്ഡ്, ക്രഷ്ഡ്, തകർത്തവർ, ബ്രോക്കൺ, ചവിട്ടി മെതിച്ചവർ എന്നൊക്കെയാണ് ഈ ഒരു വേർഡിന്റെ അർത്ഥം. The word Dalit means suppressed, crushed or broken. അടിച്ചമർത്തപ്പെട്ടവരും അതേപോലെ തന്നെ തകർത്തപ്പെട്ടവരും അതേപോലെ പിന്നെ ചവിട്ടി മരിക്കപ്പെട്ടവർ എന്നിങ്ങനെയൊക്കെ ഏത് പദത്തെ നമുക്ക് വിശേഷിപ്പിക്കാം? ദളിത് എന്ന പദത്തെ വിശേഷിപ്പിക്കാം. The term was first used by Jyotiba Phule to refer to untouchable and outcast. ഈ പദം ആദ്യം ഉപയോഗിച്ചത് ജ്യോതിബ ഫുലെ ആയിരുന്നു. ഒരു പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ജ്യോതിബ ഫുലെ, അദ്ദേഹം തൊട്ടുകൂടായ്മയ്ക്കെതിരെ വളരെയധികം ശക്തമായി എതിർത്തൊരു വ്യക്തിയാണ്. അപ്പൊ ഈ പദം ദളിത് എന്ന പദം ആദ്യമായി ഫസ്റ്റ് യൂസ്ഡ് ബൈ ജ്യോതിബ ഫുലെ ടു റെഫർ ടു അൺടച്ചബിൾ ആൻഡ് ഔട്ട്കാസ്റ്റ്. അവരെ അതിന്റെ മുന്നേ വരെ അവരെ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയായിരുന്നു? തൊട്ടുകൂടാത്തവർ, ഔട്ട്കാസ്റ്റ്, ജാതിയിൽ നിന്നും പുറന്തള്ളപ്പെട്ടവർ എന്നൊക്കെയാണ് ദളിതരെ അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ദളിത് എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ജ്യോതിബ ഫുലെ ആയിരുന്നു. അതുവരെ അവരെ അറിയപ്പെട്ടത് ഏത് പേരില്ല? അൺടച്ചബിൾ ആൻഡ് ഔട്ട്കാസ്റ്റ്, തൊട്ടുകൂടാത്തവരെന്നും ജാതിയിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ എന്നൊക്കെയാണ് ദളിതരെ അറിയപ്പെട്ടിരുന്നത്. Dalit became a political identity symbolizing struggle and self-respect. മാത്രല്ല അവരെന്ത് രാഷ്ട്രീയപരമായിട്ടുള്ള തിരിച്ചറിയുന്നതിന് വേണ്ടി സമരം നടത്തുകയും അതേപോലെ തന്നെ അവരുടെ സമരം രാഷ്ട്രീയ തിരിച്ചറിയലിന് ഒരു തുടക്കം കുറിക്കുന്നതിനും കാരണമായി. British called the depressed class 1919
and later scheduled caste 1935. ബ്രിട്ടീഷുകാർ അവരെ ഡിപ്രസ്ഡ് ക്ലാസ് എന്ന് 1990 വിളിച്ചു. ഡിപ്രസ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ചൂഷണം ചെയ്യപ്പെട്ട വർഗം. അങ്ങനെ ഡിപ്രസ്ഡ് ക്ലാസ് എന്ന് ബ്രിട്ടീഷുകാർ 1919 അവരെ വിളിച്ചിരുന്നു. മാത്രമല്ല പിന്നീടാണ് അത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയി മാറിയത്. 1935 ഷെഡ്യൂൾഡ് കാസ്റ്റ് അഥവാ അതേപോലെ ഷെഡ്യൂൾഡ് ട്രൈബ് എന്നൊക്കെ തരംതിരിച്ചത്. മഹാത്മാഗാന്ധി കാൾഡ് ദം ഹരിജൻ. മഹാത്മാഗാന്ധി അവരെ ഹരിജൻ എന്നാണ്. ഹരിജൻ, ഹരി പറഞ്ഞാരാ? നാരായണൻ, നാരായണന്റെ മക്കൾ, മഹാവിഷ്ണുവായിട്ടുള്ള നാരായണന്റെ മക്കളായിട്ടാണ് മഹാത്മാഗാന്ധിജി ആരെ പ്രസ്താവിച്ചത്? ദളിതരെ പ്രസ്താവിച്ചത്. അതുകൊണ്ടാണ് ഹരിജനം. ഹരി എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണുവിന്റെ മക്കളാണ് ആരെ? ദളിതർ എന്നാണ് മഹാത്മാഗാന്ധി പരാമർശിച്ചത്. The term Dalit was popularized by the Dalit Panther movement. അതേപോലെ ദളിത് പാന്തർ മൂവ്മെന്റ് എന്ന ഈ ഒരു മൂവ്മെന്റ് അവരുടെ ദളിത് എന്ന പദത്തെ ജനപ്രിയമാക്കി. അപ്പൊ ഈ ദളിത് എന്ന പദത്തെ പോപ്പുലറൈസ് ചെയ്തത് ഏത് മൂവ്മെന്റിലൂടെയാണ്? ദളിത് പാന്തർ മൂവ്മെന്റ്. ദളിതർക്ക് വേണ്ടി രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമായിരുന്നു ദളിത് പാന്തർ മൂവ്മെന്റ്. അപ്പൊ ആ മൂവ്മെന്റിലൂടെയാണ് ദളിത് എന്ന ടേം പോപ്പുലറൈസ് ആക്കപ്പെട്ടത്. In Varna system they were placed in the lowest position. പഞ്ചമ വർണ്ണ വ്യവസ്ഥയിൽ അവർ അഞ്ചാം വർണ്ണത്തിൽ അതുകൊണ്ടാണ് പഞ്ചമ വർണ്ണ എന്ന് പറയാനുള്ള കാരണം. 4 വർണ്ണങ്ങളാണുള്ളത്. ആ 4ാമത്തെ വർണ്ണം കഴിഞ്ഞ ആ 4ാമത്തേലും താഴെയാണ് ആര് നിലനിൽക്കുന്നത്? ദളിതരുടെ പൊസിഷൻ. അതുകൊണ്ടാണ് ദളിതനെ എന്തായിട്ട് പ്രസ്താവിക്കാനുള്ള കാരണം? പഞ്ചമ വർണ്ണ എന്ന് പറയാനുള്ള കാരണം. They faced discrimination, violence and denial of basic rights. അതേപോലെ തന്നെ അവർ പലതരത്തിലുള്ള ചൂഷണങ്ങളും അതിക്രമങ്ങളും അതേപോലെ തന്നെ അവകാശ നിഷേധങ്ങളൊക്കെ ആര് നേരിട്ടിരുന്നു? ദളിതരെ ഫേസ് ചെയ്തിരുന്നു. They faced discrimination, violence and denial of basic rights. They were forced into routine occupation like cleaning toilet, ഹോൾഡിംഗ് ഡെഡ് ബോഡി, ലെതർ വർക്ക്. അതേപോലെ അവർ ചെയ്തിരുന്ന ജോലികൾ എന്തൊക്കെയായിരുന്നു? ദളിതര് ഫ്ലൂട്ടിംഗ് ഓക്യുപ്പേഷൻ ലൈക്ക് ക്ലീനിങ് ടോയ്ലറ്റ്, അതായത് പൊതു ശൗചാലയങ്ങൾ വൃത്തിയാക്കലും മൃതശരീരങ്ങൾ സംസ്കരിക്കുക, മരിച്ച ആളുകളുടെ ശരീരങ്ങൾ സംസ്കരിക്കുന്നതും, ലെതർ വർക്ക് തോല് ഈ തുകൽ കൊണ്ട് ഉള്ള വർക്കുകൾ ചെയ്യതൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ ദളിതർ ചെയ്തിരുന്ന തൊഴിലുകൾ. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ വളരെയധികം ഒറ്റപ്പെട്ടവരായിട്ടും ചൂഷിത വിഭാഗരായിട്ടൊക്കെയാണ് ആരെ കണ്ടിരുന്നത്? ദളിതരെ പരിഗണിച്ചിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ദളിതരുമായി റിലേറ്റഡ്. ഇവരാണ് ദളിതർ. ഹൂ ഈസ് ദളിത് എന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ് ദളിതർ എന്നാണ് ചോദ്യം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നവരാണ് ആര്? ദളിതർ. ഇനി നമുക്ക് ദളിതരുടെ പോപ്പുലേഷൻ നോക്കാം. ദളിത് പോപ്പുലേഷൻ. ദളിത് ഫ്രം അബൌട്ട് 15.6% ഓഫ് ഇന്ത്യ പോപ്പുലേഷൻ. ഇന്ത്യൻ ജനസംഖ്യയിൽ 16.6% ദളിതരുടെ ജനസംഖ്യയില് ദളിതർ എത്ര ശതമാനമാണ് നിലകൊള്ളുന്നത്? 15.6%. 16.6% ദളിതരുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. They were concentrated in states like ഉത്തർപ്രദേശ്, ബീഹാർ, തമിഴ്നാടു, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എക്സെട്ര. അതേപോലെ തന്നെ ഇവർ കൂടുതലായി കാണപ്പെടുന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലായിരുന്നു? ഉത്തർപ്രദേശിലും ബീഹാറിലും തമിഴ്നാടിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലൊക്കെയാണ് ദളിതരെ കൂടുതലായി കാണപ്പെട്ടത്. ഇന്ത്യൻ ജനസംഖ്യയുടെ 16.6% ഇവർ ഉള്ളത്. മോസ്റ്റ് ദളിത് വർക്ക് അഗ്രികൾച്ചറൽ ലേബേഴ്സ് ആൻഡ് മാനുവൽ വർക്കേഴ്സ്. കൂടുതൽ ആളുകളും കൃഷി തൊഴിലുകളും മറ്റു കൂലി തൊഴിലുകളൊക്കെയാണ് ചെയ്തിരുന്നത്. They started movement against caste oppression and exploitation. അവർ ജാതി അടിച്ചമർത്തലിനെതിരെ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു. ബ്രാഹ്മണിക്കൽ ഐഡിയോളജി ആൻഡ് കാസ്റ്റ് സിസ്റ്റം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഡിസ്ക്രിമിനേഷൻ. ബ്രാഹ്മണ ആധിപത്യത്തെയും ജാതി വ്യവസ്ഥയെയും അവർ
ജാതി വ്യവസ്ഥയോടുള്ള വിവേചനത്തെയും ശക്തമായി എതിർത്തു. ബ്രാഹ്മണിക്കൽ ഐഡിയോളജി ആൻഡ് കാസ്റ്റ് സിസ്റ്റം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഡിസ്ക്രിമിനേഷൻ. അതായത് ബ്രാഹ്മണാധിപത്യത്തെയും ജാതി വ്യവസ്ഥയെയും വിവേചനത്തെയും ഒക്കെ അവര് ശക്തമായി എതിർത്തിരുന്നു. ദളിത് മൂവ്മെന്റ് റെസിസ്റ്റഡ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡോമിനേഷൻ. അങ്ങനെ ദളിത് പ്രസ്ഥാനം സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യത്തിനെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു. ദളിത് മൂവ്മെന്റ് റെസിസ്റ്റഡ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡോമിനേഷൻ. ദളിത് പ്രസ്ഥാനം സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള ആധിപത്യത്തിനെതിരെയുള്ള ഒരു പോരാട്ടമായിട്ടാണ് ദളിത് മൂവ്മെന്റിനെ പരിഗണിക്കുന്നത്. Educated Dalit organized people to fight for right and equality. വിദ്യാഭ്യാസം നേടിയ ദളിതർ അവകാശങ്ങൾക്കും സമത്വത്തിനും വേണ്ടി ജനങ്ങളെ ഓർഗനൈസ്ഡ് സംഘടിപ്പിച്ചു. എഡ്യൂക്കേറ്റഡ് ദളിത് എന്ന് പറഞ്ഞാൽ ആരാ? വിദ്യാഭ്യാസം നേടിയ ദളിതര് ജനങ്ങളെ എന്തിനു വേണ്ടിയാണ് ഓർഗനൈസ് ചെയ്തത്? റൈറ്റ് ആൻഡ് ഈക്വാലിറ്റി, അവകാശത്തിനും സമത്വത്തിനും വേണ്ടി വിദ്യാഭ്യാസം നേടിയ ദളിതർ ജനങ്ങളെ എന്ത് ചെയ്തു? ഒരുമിപ്പിച്ചു, ഓർഗനൈസ്ഡ് ചെയ്തു. എഡ്യൂക്കേറ്റഡ് ദളിത് ഓർഗനൈസ്ഡ് പീപ്പിൾ ടു ഫൈറ്റ് ഫോർ റൈറ്റ് ആൻഡ് ഈക്വാലിറ്റി. അവകാശത്തിനും സമത്വത്തിനും വേണ്ടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ദളിത് പീപ്പിൾസ് ജനങ്ങളെ ഓർഗനൈസ്ഡ് ചെയ്തു, സംഘടിപ്പിച്ചു. അതേപോലെ നമുക്ക് ഗെയിം ഫോണ്ട് ഈ ദളിതർക്ക് വേണ്ടി 3 കാര്യങ്ങളാണ്. ഗെയിൽ ഓംഡ്, GAIL, ഗെയിൽ OMBEDDTS. ഇപ്പൊ ഗെയിൽ ഓംഡ് എന്താണ്? ദളിതർക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങളെ നോക്കൂ. ഫസ്റ്റ് വൺ, ഒപ്പോസിഷൻ ടു ബ്രാഹ്മണിക്കൽ ഹിന്ദു ഡോമിനൻസ്. ബ്രാഹ്മണാധിപത്യത്തിനെതിരെയാണ് ആര് ഉയർന്നു വന്നത്? ദളിതർ ഉയർന്നു വന്നത്. ബ്രാഹ്മണർക്കെതിരെ ഉയർന്നു വന്നതാണ് ആര്? ദളിതർ. കോൺഫ്ലിക്ട് വിത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നാഷണലിസ്റ്റ് മൂവ്മെന്റ്. അതേപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം സംഘർഷവും ഉണ്ടായി. ഡിഫിക്കൽട്ട് റിലേഷൻഷിപ്പ് വിത്ത് ദ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ഇത്രയും കാര്യങ്ങളാണ് ഗെയിൽ ഓംഡിന്റെ കാഴ്ചപ്പാടിലൂടെ ദളിത് പ്രസ്ഥാനം 3 ശക്തികളെ നേരിട്ടിരുന്നു. അപ്പൊ ദളിത് മൂവ്മെന്റ് നേരിട്ടിരുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, ബ്രാഹ്മണിക്കൽ ഹിന്ദു ഡോമിനൻസിനെയും അതേപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിനെയും ഒക്കെ ഈ ദളിതരെ നേരിട്ടിരുന്നു എന്നാണ് 3 ശക്തികളെ ദളിതർ നേരിട്ടതായിട്ടാണ് ഗെയിൽ ഓംഡ് പറയുന്നത്. അത് ഈ 3 എണ്ണമാണ് കേട്ടോ. ബ്രാഹ്മണിക്കൽ ഹിന്ദു ഡോമിനൻസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റും. അപ്പൊ ഇതൊക്കെയാണ് ദളിത് എന്ന ഈ ഒരു പദം കൊണ്ട് ദളിത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് എഴുതിയെടുക്കുക. വളരെ ഷോർട്ടായിട്ടാണ് ടീച്ചർ എഴുതിയിട്ടിട്ടുള്ളത്. കാര്യങ്ങൾ എഴുതിയെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു അടുത്ത ടോപ്പിക് ഡിസ്കഷൻ ചെയ്യാനുള്ളത് ദളിത് മൊബിലൈസേഷൻ, ദളിത് കോൺഷ്യസ്നെസ് ആണ്. അതായത് ദളിത് മൊബിലൈസേഷനെ കുറിച്ചും അതേപോലെ അവരുടെ അവബോധത്തെ കുറിച്ചൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അത് നമുക്ക് എന്തായെന്ന് നോക്കാം. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മള് ദളിതർ എന്താ എന്നാണ് അനലൈസ് ചെയ്തത്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ടോപ്പിക് ദളിത് മൊബിലൈസേഷൻ ആൻഡ് ദളിത് കോൺഷ്യസ്നെസ്. അതായത് ദളിത് മൊബിലൈസേഷനും ദളിത് ദളിത് ബോധവും. അപ്പൊ ദളിത് മൊബിലൈസേഷനെ കുറിച്ചും കോൺഷ്യസ്നെസ്സിനെ കുറിച്ചുമാണ് നമ്മൾ ഇനി ഡിസ്കഷൻ നടത്തുന്നത്. നോക്കിക്കോളൂ. Mobilization means preparing people for collective action to achieve common interest. Ideas supported by Neil Smelser and Charles Tiley. Mobilization എന്നത് പൊതുവായ ലക്ഷ്യങ്ങൾ നേടാൻ സമൂഹ പ്രവർത്തനത്തിനായി ആളുകളെ തയ്യാറാക്കുന്ന ഒരു പ്രക്രിയയാണ്. Mobilization means preparing people for collective action to achieve common interest. ഒരു കോമൺ ഇൻട്രസ്റ്റ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി, അപ്പൊ പൊതുവായ ഒരു കോമൺ ഇൻട്രസ്റ്റ് അഥവാ പൊതുവായ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി
സമൂഹ പ്രവർത്തനത്തിനായി ആളുകളെ തയ്യാറാക്കുന്ന, സമൂഹത്തിലെ ആളുകളെ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി തയ്യാറാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ദളിത് മൊബിലൈസേഷൻ. ഇത് നെയിൽസ് സ്മെൽസർ എന്നാണ്, നെയിൽ സ്മെൽസർ ആൻഡ് ചാൾസ് ടീലെ ആണ് വാദിക്കുന്നത്. അപ്പോ ഒരു പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി സമൂഹത്തിലെ ആളുകളെ പ്രിപ്പയർ ചെയ്യുക, അപ്പൊ സമൂഹത്തിലെ ആളുകളെ അതിനു വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതിനെയാണ് മൊബിലൈസേഷൻ എന്ന് പറയുന്നത് എന്നാണ് ആരുടെ അഭിപ്രായം? നെയിൽ സ്മെൽസറിന്റെയും ചാൾസ് ടീലെയുടെയും ഒപ്പീനിയൻ. And then G.F. Gurey explained that untouchable faced serve discrimination such as restriction on dress, ornaments and occupation and use of public facility. ഗുറയുടെ അഭിപ്രായം അനുസരിച്ച് തൊട്ടുകൂടാത്തവരായിട്ടുള്ള ഈ അൺടച്ചബിൾസ് കടുത്ത സാമൂഹിക വിവേചനം നേരിട്ടിരുന്നു. ഏതിന്റെയൊക്കെ കാര്യത്തില്? വസ്ത്രധാരണം, ആഭരണം, ജോലി, പൊതു സൗകര്യങ്ങൾ എന്നിവയിലൊക്കെ അവർക്ക് എന്തുണ്ടായിരുന്നു? നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ G.F. Gurey explained that untouchable. അപ്പൊ ഗുറെ അൺടച്ചബിളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്. G.F. Gurey explained that untouchable faced serve discrimination. തൊട്ടുകൂടാത്തവര് ഒരുപാട് ചൂഷണങ്ങൾ അനുഭവിച്ചിരുന്നു. സച്ച് ആസ് റെസ്ട്രിക്ഷൻ, അവർക്ക് വസ്ത്രം, ഓർണമെന്റ്സ്, തൊഴില് തുടങ്ങിയൊക്കെ അവരുടെ മേലെ എന്തുണ്ടായിരുന്നു? റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരം ആളുകൾ, ഇതിൽ നിന്നും ആളുകളെ എന്ത് ചെയ്യുന്നത്? മാറ്റുന്നതിന് വേണ്ടിയാണ് എന്തിനു രൂപം കൊടുത്തത്? ദളിത് മൊബിലൈസേഷൻ. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദളിത് കോൺഷ്യസ്നെസ് ഡെവലപ്ഡ് ആസ് എ search for right, equality, dignity and self-respect, not just rebellion against Hinduism. ദളിത് ബോധം എന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ദളിത് കോൺഷ്യസ് ഡെവലപ്പ് ചെയ്തത്? ഈക്വാലിറ്റി, സമത്വം, റൈറ്റ്, അതേപോലെ അവകാശങ്ങളെ, സെൽഫ് റെസ്പെക്ട്, ആത്മാഭിമാനം എന്നിവ നേടുന്നതിനുള്ളൊരു ശ്രമമായിട്ടായിരുന്നു ഏത്? ദളിത് കോൺഷ്യസ്നെസ് ഡെവലപ്പ് ചെയ്തത്. Dalitic consciousness developed as a search for right, equality, dignity and self-respect. ദളിതരുടെ അവകാശങ്ങളും സമത്വവും അതേപോലെ തന്നെ ആത്മാഭിമാനവും ഒക്കെ ഉയർത്തുന്നതിന് വേണ്ടിയാണ് എന്ത് വളർന്നു വന്നത്? ദളിത് കോൺഷ്യസ്നെസ് വളർന്നു വന്നത്. അതൊരു ഹിന്ദുത്വത്തിനെതിരായ പ്രതിഷേധമായിരുന്നില്ല. നോട്ട് ജസ്റ്റ് റെബല്യൻ അഗെയിൻസ്റ്റ് ഹിന്ദുയിസം. അതൊരിക്കലും ഈ ദളിത് മൊബിലൈസേഷൻ അഥവാ ദളിത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരിക്കലും ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള ഒരു ഒന്നായിരുന്നില്ല. ദളിതരുടെ അവകാശങ്ങളും ഡിഗ്നിറ്റിയും സെൽഫ് റെസ്പെക്ട് ഒക്കെ വളരുന്നതിന്, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ വികാസം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഡെവലപ്പ് ചെയ്തത്? ദളിത് കോൺഷ്യസ്നെസ് ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ദെൻ ആൻഡ്രേ ബെറ്റൈൽ സെഡ് Dalit mobilization is derived more by political interest and discrimination is reducing due to education, law and modernization. അതേപോലെ തന്നെ ആൻഡ്രേ ബെറ്റൈൽ പറയുന്നു, ദളിത് മൊബിലൈസേഷൻ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ടാണ് കൂടുതൽ മുന്നോട്ട് പോകുന്നത്. കൂടാതെ വിദ്യാഭ്യാസവും നിയമവും കാരണം വിവേചനം കുറയുന്നു. അപ്പോ ആൻഡ്രേ ബെറ്റ്ലെ അഭിപ്രായപ്പെടുന്നത് ദളിത് മൊബിലൈസേഷൻ ഈസ് ഡിറൈവഡ് മോർ ബൈ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്. ദളിത് മൊബിലൈസേഷൻ ഒരു രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ടാണ് കൂടുതൽ നിലനിന്നു പോകുന്നത്. മാത്രമല്ല വിദ്യാഭ്യാസവും നിയമവും കാരണം ഒരു പരിധി വരെ ദളിത് മൊബിലൈസേഷന്റെ ഭാഗമായിട്ട് ചൂഷണങ്ങൾ കുറയാൻ അത് സഹായകമായി എന്നാണ് ആൻഡ്രേ ബെറ്റ്ലെ അഭിപ്രായപ്പെട്ടത്. അതേപോലെ അടുത്തതാണ് ഗെയിൽ ഓംവെർട്ട്. ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. GAIL, ഗെയിൽ OOMEEDT. അപ്പോ ഗെയിൽ ഓംവെർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താ നോക്കൂ. ദളിത് മൂവ്മെന്റ് സ്റ്റേജ്. ദളിത് മൂവ്മെന്റിന്റെ പ്രധാന ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇനീഷ്യൻ ആരംഭഘട്ടം, കൺസോളിഡേഷൻ ഏകീകരണ ഘട്ടം,
ക്രിസ്റ്റലൈസേഷൻ സുസ്ഥിര ഘട്ടം, മെച്യൂരിറ്റി പക്വത ഘട്ടം, ഡിസിന്റഗ്രേഷൻ വിഘടന ഘട്ടം. ഇങ്ങനെ പ്രധാനമായും 5 ഘട്ടങ്ങളിലൂടെയാണ് ദളിത് മൂവ്മെന്റിന്റെ സ്റ്റേജുകൾ ഉള്ളത്. ഇനീഷ്യൻ എന്ന് പറഞ്ഞാൽ ആരംഭഘട്ടം, കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ ഏകീകരണ ഘട്ടം, ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ സുസ്ഥിര ഘട്ടം, മെച്യൂരിറ്റി പറഞ്ഞാൽ പക്വത ഘട്ടം, ആൻഡ് ഡിസിന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വിഘടന ഘട്ടം. അപ്പൊ ഇത്രയും ഘട്ടങ്ങളിലൂടെയാണ് ദളിത് മൊബിലൈസേഷൻ അഥവാ ദളിത് മൂവ്മെന്റിന്റെ സ്റ്റേജസുകൾ ഉള്ളത് എന്നാണ് ഗെയിൽ ഓംബെറ്റ് അഭിപ്രായപ്പെട്ടത്. And then emergence of leaders like B.R. Ambedkar and political parties helped strengthen Dalit movement. അംബേദ്കർ പോലുള്ള നേതാക്കളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ദളിത് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി. എമർജൻസ് ഓഫ് ലീഡേഴ്സ് ലൈക്ക് B.R. Ambedkar and political parties helped strengthen Dalit movement. അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ദളിത് മൂവ്മെന്റിനെ ശക്തിപ്പെടുത്താൻ സഹായകമായി. അടുത്തതായിട്ട് എന്താ പറയണ നോക്കൂ. MSG റാവു കമ്പയർഡ് ദളിത് മൂവ്മെന്റ് വിത്ത് ബ്ലാക്ക് മൂവ്മെന്റ് ഇൻ അമേരിക്ക. MS റാവു ദളിത് പ്രസ്ഥാനത്തെ അമേരിക്കയിലെ ബ്ലാക്ക് പ്രസ്ഥാനവുമായി താരതമ്യം ചെയ്തു. അമേരിക്കയിൽ നടന്ന കറുത്ത മൂവ്മെന്റുമായി ഏതിനെ കമ്പയർ ചെയ്തു റാവു? ഇന്ത്യയിൽ നടന്ന ദളിത് മൂവ്മെന്റിനെ MS റാവു കമ്പയർ ചെയ്തു എന്നാണ് പറയണത്. Yogendra Singh said Dalit mobilization is linked with modernization and equality challenging caste hierarchy. യോഗേന്ദ്ര സിംഗ് പറഞ്ഞു. എന്താണ് യോഗേന്ദ്ര സിംഗ് അഭിപ്രായപ്പെട്ടത്? ദളിത് മൊബിലൈസേഷൻ എന്നത് മോഡേണൈസേഷന്റെയും നവീകരണത്തിന്റെയും ഇക്വാലിറ്റി സമത്വവും ബന്ധപ്പെട്ടതാണ്. ഇത് ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നു. അപ്പൊ യോഗേന്ദ്ര സിംഗിന്റെ അഭിപ്രായത്തില് ദളിത് മൊബിലൈസേഷൻ എന്ന് പറയുന്നത് മോഡേണൈസേഷന്റെയും ഇക്വാലിറ്റിന്റെയും അതായത് ആധുനികവൽക്കരണത്തിന്റെയും സമത്വവും ബന്ധപ്പെട്ടതാണ്. അത് കാസ്റ്റ് ഹയറാർക്കിയെ ജാതി വ്യവസ്ഥയെ അതെന്ത് ചെയ്യുന്നു? ചലഞ്ച് ചെയ്യുന്നു, വെല്ലുവിളിക്കുന്നു. ഇപ്പൊ യോഗേന്ദ്ര സിംഗ് അഭിപ്രായപ്പെട്ടത് എന്താണ്? ദളിത് മൊബിലൈസേഷൻ എന്ന് പറയുന്നത് മോഡേണൈസേഷനും ഈക്വാലിറ്റിയും റിലേറ്റഡ് ആണ്, ലിങ്ക്ഡ് ആണ്. അത് കാസ്റ്റ് ഹയറാർക്കിയെ ചലഞ്ച് ചെയ്യുന്നു. മെയിൻ എയിംസ് ഓഫ് ദളിത് മൂവ്മെന്റ്, അതേപോലെ തന്നെ ദളിത് പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? എൻഡ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ അവസാനിപ്പിക്കുക. ദളിത് മൂവ്മെന്റിന്റെ പ്രധാന എയിം, മെയിൻ എയിം ഓഫ് ദളിത് മൂവ്മെന്റ്, ദളിത് മൂവ്മെന്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എൻഡ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയെ അവസാനിപ്പിക്കുക. ഗെയിൻ റിസർവേഷൻ ആൻഡ് പൊളിറ്റിക്കൽ പവർ, രാഷ്ട്രീയ അധികാരത്തിനും മറ്റു കാര്യങ്ങളിലും സംവരണം നൽകുക. അച്ചീവ് സോഷ്യൽ ഇക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി, സാമൂഹിക സമത്വവും മാന്യതയും നൽകുക. ഈ 3 ലക്ഷ്യത്തിനു വേണ്ടിയാണ് ദളിത് മൂവ്മെന്റ് പ്രവർത്തിച്ചിരുന്നത്. മെയിൻ എയിം ഓഫ് ദളിത് മൂവ്മെന്റ്, ദളിത് മൂവ്മെന്റിന്റെ പ്രധാന ലക്ഷ്യം എൻഡ് ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ അവസാനിപ്പിക്കുക. ഗെയിൻ റിസർവേഷൻ ആൻഡ് പൊളിറ്റിക്കൽ പവർ, രാഷ്ട്രീയ അധികാരങ്ങളിൽ സംവരണം നൽകുക. അച്ചീവ് സോഷ്യൽ ഇക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി, സാമൂഹിക സമത്വവും അതേപോലെ തന്നെ ഡിഗ്നിറ്റിയും അച്ചീവ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ദളിത് മൂവ്മെന്റ് ലക്ഷ്യം വെച്ചിരുന്നത്. ആൻഡ് ദെൻ Ghanshyam Shah classified Dalit movement into Ghanshyam Shah Dalit movement നെ ക്ലാസിഫൈ ചെയ്തത് എങ്ങനെയാണ്? റീഫോർമേറ്റീവ് മൂവ്മെന്റ്. റീഫോർമേറ്റീവ് മൂവ്മെന്റ് പരിഷ്കരണ പ്രസ്ഥാനം. അത് ഏതൊക്കെ വരാം? ഭക്തി, നിയോ വേദാന്തിക്, സാൻക്രൈറ്റൈസേഷൻ. അതേപോലെ അൾട്ടർനേറ്റീവ് മൂവ്മെന്റ്, അതിൽ വരുന്നത് കൺവേർഷൻ ആൻഡ് സെക്യുലർ മൂവ്മെന്റ്. അപ്പൊ Ghanshyam Shah classified Dalit movement. അപ്പൊ Ghanshyam Shah ദളിത് മൂവ്മെന്റിനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. റീഫോർമേറ്റീവ് മൂവ്മെന്റ് എന്നും അൾട്ടർനേറ്റീവ് മൂവ്മെന്റ് എന്നും. റീഫോർമേറ്റീവ് മൂവ്മെന്റില് ഭക്തി, നിയോ വേദാന്തിക്, സാൻക്രൈറ്റൈസേഷൻ. അൾട്ടർനേറ്റീവ് മൂവ്മെന്റില് കൺവേർഷൻ ആൻഡ് സെക്യുലർ മൂവ്മെന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ദളിത് മൊബിലൈസേഷൻ ആൻഡ് ദളിത് കോൺഷ്യസ്നസ് എന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടായിരുന്നത്. ആ വരുന്ന ടോപ്പിക്കില് എല്ലാ പോയിന്റ്സുകളും ടീച്ചർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോയിന്റ്സുകൾ നന്നായിട്ട് നിങ്ങൾ എഴുതിയെടുക്കണം, എന്നിട്ട് നന്നായിട്ട് വായിക്കണം.
ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ദളിത് മൂവ്മെന്റ് ഇൻ പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യ. അതായത് പ്രീ ഇൻഡിപെൻഡൻസ് കാലഘട്ടത്തിൽ ദളിത് മൂവ്മെന്റിനെ കുറിച്ചാണ് നമ്മൾക്ക് എടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ പ്രീ ഇൻഡിപെൻഡൻസും പഠിക്കണം, അതേപോലെ തന്നെ പോസ്റ്റ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ദളിത് മൂവ്മെന്റ് നോക്കണം, കിട്ടിയതിന് ശേഷമുള്ള ദളിത് മൂവ്മെന്റും. അപ്പൊ അത്തരം ടോപ്പിക്കുകളിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ. ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഈ ഒരു 9th യൂണിറ്റിൽ എടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എസ്സേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദളിത് മൂവ്മെന്റ് ഇൻ പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യ. അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ദളിത് പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യ പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഇന്ത്യയുടെ ദളിത് പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയെന്നാണ് നമുക്കിവിടെ ഡിസ്കഷൻ ചെയ്യാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ദളിത് മൂവ്മെന്റ് ഇൻ പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യ. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഇന്ത്യയുടെ ദളിത് പ്രസ്ഥാനങ്ങൾ. പ്രധാനമായും 5 പ്രസ്ഥാനങ്ങളായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്നത്. ഭക്തി മൂവ്മെന്റ്, നിയോ വേദാന്തിക് മൂവ്മെന്റ്, സാൻക്രൈറ്റൈസേഷൻ മൂവ്മെന്റ്, ഗാന്ധിജീസ് കോൺട്രിബ്യൂഷൻ, അംബേദ്കർ കോൺട്രിബ്യൂഷൻ. ഇങ്ങനെ 5 മൂവ്മെന്റ്സുകളിലൂടെയാണ് ഇന്ത്യയുടെ പ്രീ ഇൻഡിപെൻഡൻസ് കാലഘട്ടത്തിൽ ദളിത് മൂവ്മെന്റുകൾ അറിയപ്പെട്ടിരുന്നത്. 5 പോയിന്റ്സ് ഉണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലെ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത്. അപ്പോൾ ഭക്തി മൂവ്മെന്റ്, നിയോ വേദാന്തിക് മൂവ്മെന്റ്, സാൻക്രൈറ്റൈസേഷൻ മൂവ്മെന്റ്, ഗാന്ധിജീസ് കോൺട്രിബ്യൂഷൻ, അംബേദ്കർ കോൺട്രിബ്യൂഷൻ. അതിൽ ഭക്തി മൂവ്മെന്റ് നോക്കൂ. ഭക്തി മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ ദ 15th century. റീച്ച്ഡ് ഈക്വാലിറ്റി ആൻഡ് ഡിവോഷൻ. അതായത് 15ാം നൂറ്റാണ്ടിലാണ് ഭക്തി പ്രസ്ഥാനം ആരംഭിച്ചത്. സമത്വവും ഭക്തിയുമാണ് ഈക്വാലിറ്റി. റീച്ച്ഡ് ഈക്വാലിറ്റി ആൻഡ് ഡിവോഷൻ. സമത്വവും ഭക്തിയുമാണ് ഇവിടെ എന്ത് ചെയ്തത്? പ്രചരിപ്പിച്ചത്. ഹാഡ് 2 ട്രഡീഷൻ. അതേപോലെ തന്നെ 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഭക്തി മൂവ്മെന്റിൽ. സുഗുണ ആൻഡ് നിർഗുണ. സുഗുണ പറഞ്ഞാൽ എന്താ? വർഷിപ്പ് ഓഫ് ഗോഡ് വിത്ത് ഫോം. അതായത് രൂപമുള്ള ദൈവത്തെ വർഷിക്കുക, ആരാധിക്കുക എന്നാണ് സുഗുണ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിർഗുണ എന്ന് പറഞ്ഞാൽ ഫോംലെസ് ഗോഡ്, രൂപമില്ലാത്ത ദൈവം. അങ്ങനെ 2 രീതിയിലാണ് ഭക്തി മൂവ്മെന്റിൽ ട്രഡീഷൻ നിലനിന്നിരുന്നത്. ഹാർഡ് 2 ട്രഡീഷൻ, 2 ട്രഡീഷനാണ് നിലനിന്നിരുന്നത്. സുഗുണ ആൻഡ് നിർഗുണ. സുഗുണ മീൻസ് വർഷിപ്പ് ഓഫ് ഗോഡ് വിത്ത് ഫോം. അതായത് ദൈവത്തിന്റെ രൂപമുള്ള ദൈവം എന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സുഗുണ. ആൻഡ് നിർഗുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിർഗുണം എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്ത ദൈവം. അപ്പൊ ഭക്തി മൂവ്മെന്റ് 15ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഭക്തി മൂവ്മെന്റ് 2 ട്രഡീഷനാണ് ഫോളോ ചെയ്തത്, സുഗുണയും നിർഗുണയും. സുഗുണ പറഞ്ഞാൽ വർഷിപ്പ് ഓഫ് ഗോഡ് വിത്ത് ഫോം, ആൻഡ് നിർഗുണ ഫോംലെസ് ഗോഡ്. ആൻഡ് ദെൻ അന്നത്തെ സന്യാസിമാര്, സെയിന്റിസ്റ്റുകൾ ആരൊക്കെയാണ്? സെയിന്റിസ്റ്റ് ലൈക്ക് കബീർ, രവിദാസ് ഒപ്പോസ്ഡ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ കബീറും രവിദാസ് തുടങ്ങിയ സന്യാസിമാര് ജാതി വ്യവസ്ഥയെ ആ ഭക്തി മൂവ്മെന്റിലൂടെ എതിർത്തിരുന്നു. പ്രൊമോട്ടഡ് സോഷ്യൽ ഇക്വാലിറ്റി ആൻഡ് ഇൻസ്പയർഡ് ദളിത്. അതേപോലെ തന്നെ സാമൂഹിക സമത്വം പ്രൊമോട്ട് ചെയ്തിരുന്നു. ദളിതർക്ക് ഇൻസ്പിറേഷൻ നൽകുന്നതിന് വേണ്ടി സോഷ്യൽ ഈക്വാലിറ്റിയാണ് പ്രൊമോട്ട് ചെയ്തിരുന്നത്. ഹെൽപ്ഡ് ദളിത് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഓർത്തഡോക്സ് ഹിന്ദു കാസ്റ്റ് സിസ്റ്റം. അതേപോലെ തന്നെ ഹെൽപ്ഡ് ദളിത് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഓർത്തഡോക്സ് ഹിന്ദു കാസ്റ്റ് സിസ്റ്റം. അതേപോലെ തന്നെ ഈ ഒരു ജാതി വ്യവസ്ഥയെ ആര് എതിർത്തിരുന്നു? ദളിതർക്ക് എതിർക്കാൻ ഏത് സഹായകമായി? ഭക്തി മൂവ്മെന്റ് സഹായകമായി. ഹെൽപ്ഡ് ദളിത് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ജാതി ഹിന്ദു കാസ്റ്റ് സിസ്റ്റത്തിലെ ഈ ഓർത്തഡോക്സ് ചിന്താഗതിയെയൊക്കെ എതിർക്കാൻ ഈ ഭക്തി മൂവ്മെന്റ് ദളിതരെ സഹായിച്ചിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. ഇതാണ് ഭക്തി മൂവ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അടുത്തതാണ് നിയോ വേദാന്തിക് മൂവ്മെന്റ്. നിയോ വേദാന്തിക് വേദാന്ത പ്രസ്ഥാനങ്ങൾ. നിയോ വേദാന്തിക് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ബൈ ഹിന്ദു റിലീജിയസ് ആൻഡ് സോഷ്യൽ റിഫോം. ഹിന്ദു മത സാമൂഹിക പരിഷ്കർത്താക്കളാണ് ഇത് ആരംഭിച്ചത്. സ്റ്റാർട്ടഡ് ബൈ ഹിന്ദു റിലീജിയസ് ആൻഡ് സോഷ്യൽ റിഫോമേഴ്സ്. ട്രൈ ടു റിമൂവ് അൺടച്ചബിലിറ്റി ബൈ ഇൻക്ലൂഡിംഗ് ദളിത് ഇൻ ടു ഹിന്ദു ഫോൾഡ്. ദളിതരെ ഹിന്ദു സമൂഹത്തിൽ ഉൾപ്പെടുത്തി തൊട്ടുകൂടായ്മ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ട്രൈ ടു റിമൂവ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ ഒഴിവാക്കാൻ ശ്രമിച്ചു. ദളിതരേനെ ഹിന്ദു സമൂഹത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, മറ്റേത് തൊട്ടുകൂടാത്തവരായിട്ടാണ് ദളിതരെ അറിയപ്പെട്ടു, പക്ഷെ അത് മാറ്റിയിട്ട് ഈ അൺടച്ചബിലിറ്റി ഒഴിവാക്കിയിട്ട് ദളിതരെയും കൂടി ഏതിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിച്ചു? നിയോ വേദാന്തിക് മൂവ്മെന്റ് ദളിതരേനെ ഹിന്ദു റിലീജിയനിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. എന്തൊഴിവാക്കിക്കൊണ്ട്? അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ ഒഴിവാക്കിക്കൊണ്ട് ദളിതരേനെ ഹിന്ദു സമൂഹത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിച്ചു. അതേപോലെ തന്നെ ദയാനന്ദ സരസ്വതി ഫെഡ് കാസ്റ്റ് ഈസ് നോട്ട് റിലീജിയസ് ബട്ട് സോഷ്യൽ. ദയാനന്ദ സരസ്വതി എന്താ പറയുന്നത്? ജാതി മതപരമല്ല, അത് സാമൂഹികമാണ് എന്നാണ് അഭിപ്രായപ്പെട്ടത്. ദയാനന്ദ സരസ്വതി ഫെഡ് കാസ്റ്റ് ഈസ് നോട്ട് റിലീജിയസ് ബട്ട് സോഷ്യൽ. ലെഡ് ടു ആന്റി കാസ്റ്റ് മൂവ്മെന്റ്. അതേപോലെ തന്നെ ജാതിക്കെതിരെ ചില പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. അതാണ് ആന്റി കാസ്റ്റ് മൂവ്മെന്റ് പറഞ്ഞാൽ ജാതിക്കെതിരെയുള്ള പ്രസ്ഥാനങ്ങൾ. ഏതൊക്കെയാണ്? ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തില് സത്യശോധക സമാജ്, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്, സ്വാഭിമാന പ്രസ്ഥാനം, അതേപോലത്തെ ആദി ഹിന്ദു മൂവ്മെന്റ്. അങ്ങനെ 3 പ്രസ്ഥാനങ്ങൾ ഈ രൂപം കൊടുത്തു നിയോ വേദാന്തിക് കാലഘട്ടത്തിൽ. ഹെൽപ്ഡ് ദളിത് ഗെയിൻ സോഷ്യൽ അവയർനെസ്. ദളിതർക്ക് സാമൂഹിക ബോധം നൽകാനും ശ്രമിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നിയോ വേദാന്തിക് മൂവ്മെന്റിൽ ഉണ്ടായിട്ടുള്ളത്. അടുത്തതാണ് ഫാൻഗ്രൈറ്റൈസേഷൻ മൂവ്മെന്റ്. ഫാൻഗ്രൈറ്റൈസേഷൻ എന്താ എന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു തന്ന കാര്യമാണ്. സംസ്കൃതവൽക്കരണം. കാരണം ലോവർ കാസ്റ്റ് അപ്പർ കാസ്റ്റിനെ പോലെ കമ്പയർ ചെയ്ത് ജീവിക്കാൻ തുടങ്ങുന്നതിനെയാണ് എന്ത് പറയുക? താരതമ്യം ചെയ്ത് ജീവിക്കുകയാണ് ഫാൻഗ്രൈറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സംസ്കൃതവൽക്കരണം ദളിതരുടെ മുന്നേറ്റത്തിന് വേണ്ടി MN ശ്രീനിവാസ് നടപ്പാക്കിയ ഒരു ആശയമായിരുന്നു ഫാൻഗ്രൈറ്റൈസേഷൻ. അപ്പോൾ കൺസെപ്റ്റ് ഗിവൺ ബൈ MN ശ്രീനിവാസ്. ഈ ഒരു ആശയം കൊണ്ടുവന്നത് MN ശ്രീനിവാസ് ആണ്. ലോവർ കാസ്റ്റ് അഡോപ്റ്റഡ് അപ്പർ കാസ്റ്റ് കസ്റ്റം ടു ഇംപ്രൂവ് സ്റ്റാറ്റസ്. അതേ താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതികളുടെ ആചാരങ്ങൾ സ്വീകരിക്കുക എന്നതാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഫാൻഗ്രൈറ്റൈസേഷൻ. ലോവർ കാസ്റ്റ് അഡോപ്റ്റഡ് അപ്പർ കാസ്റ്റ് കസ്റ്റം ടു ഇംപ്രൂവ് സ്റ്റാറ്റസ്. അതായത് താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതികളുടെ ആചാരങ്ങൾ പദവികളൊക്കെ സ്വീകരിക്കുക. ആൻഡ് പ്രാക്ടീസ് ഇൻക്ലൂഡ്. അതിന് ഉദാഹരണമാണ് വെജിറ്റേറിയനിസം, സസ്യാഹാരം പിന്തുടരുക, വിയറിംഗ് സേക്രഡ് ത്രെഡ്, പൂണൂൽ ധരിക്കുക, ഫോളോവിങ് ബ്രാഹ്മണിക് റിച്വൽ, ബ്രാഹ്മണ ആചാരങ്ങൾ സ്വീകരിക്കുക. ഇതൊക്കെ ഫാൻഗ്രൈറ്റൈസേഷന്റെ ഭാഗമായിട്ട്, അതായത് താഴ്ന്ന ജാതിക്കാർ ബ്രാഹ്മണരെ പോലെ ജീവിക്കാൻ തുടങ്ങിയതിന് ഉദാഹരണമാണ് താഴ്ന്ന ജാതിക്കാർ വെജിറ്റേറിയനായി മാറി. അതേപോലെ തന്നെ വിയറിംഗ് സേക്രഡ് ത്രെഡ് പറഞ്ഞാൽ വിശുദ്ധമായിട്ടുള്ള അത് ധരിച്ചു, പൂണൂല് ധരിച്ചു, ആ ബ്രാഹ്മണ ആചാരങ്ങൾ സ്വീകരിച്ചു. അതൊക്കെ ഫാൻഗ്രൈറ്റൈസേഷന്റെ ഭാഗമാണ്. അപ്പം അതും ഒരു ദളിത് മൂവ്മെന്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രീ ഇൻഡിപെൻഡൻസ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ദളിത് മൂവ്മെന്റ് തന്നെയാണ് ഇത് ഫാൻഗ്രൈറ്റൈസേഷൻ മൂവ്മെന്റ്. അടുത്തതാണ് ഗാന്ധിജീസ് കോൺട്രിബ്യൂഷൻ. ഗാന്ധിജിയുടെ സംഭാവന എന്താ നോക്കാം. ഒപ്പോസ്ഡ് അൺടച്ചബിലിറ്റി കാൾഡ് ഇറ്റ് ഇൻഹ്യൂമൺ. മഹാത്മാഗാന്ധി തൊട്ടുകൂടായ്മയെ എതിർത്തു. കാൾഡ് ദളിത് ഹരിജൻ. അദ്ദേഹം ദളിതരെ ഹരിജൻ എന്നാണ് വിളിച്ചത്. ഇതിന്റെ മുന്നേർത്തി ഞാൻ അത് പറഞ്ഞു തന്നിരുന്നു. ഹരിജനം എന്ന് പറഞ്ഞാൽ ഹരി എന്ന് ഉദ്ദേശിക്കുന്നത് ഹിന്ദു ഗോഡസ് ആയിട്ടുള്ള മഹാവിഷ്ണുവിനെയാണ്. അപ്പൊ മഹാവിഷ്ണുവിന്റെ മക്കളായിട്ടാണ് ഗാന്ധിജി ആരെ പരിഗണിച്ചത്? ദളിതരെ കണ്ടത്. അതുകൊണ്ടാണ് കാൾഡ് ദളിത് ഹരിജൻസ്. ഫൗണ്ടഡ് ഹരിജന സേവക സംഘ്. അങ്ങനെ 1932 ദളിതർക്ക് വേണ്ടി ഗാന്ധിജി രൂപം കൊടുത്ത ഒരു സംഘടനയായിരുന്നു ഹരിജന സേവക സംഘ്. റിമൂവ്ഡ് ഫോർ അൺടച്ചബിലിറ്റി ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഹിന്ദുയിസം. അപ്പോൾ ഈ തൊട്ടുകൂടായ്മ ഇല്ലാതാക്കൽ ഹിന്ദു മതത്തിന്റെ ശുദ്ധീകരണമാണ് എന്ന് ആര് അഭിപ്രായപ്പെട്ടു? ഗാന്ധിജി. അൺടച്ചബിലിറ്റി റിമൂവ് ചെയ്തതിന്റെ ഭാഗമായി അത് ഹിന്ദു സമൂഹത്തിനെ ശുദ്ധീകലശം ചെയ്യാണ്. ഹിന്ദു കാസ്റ്റിനെ, ഹിന്ദു ജാതിയെ അല്ലെങ്കിൽ ഹിന്ദു മതത്തെ
ഒരു ശുദ്ധി കലശം ചെയ്യലാണ് എന്ത് അൺടച്ചബിലിറ്റി റിമൂവ് ചെയ്യുന്നത് എന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്, ഗാന്ധിജി കോൺട്രിബ്യൂഷനിൽ വരുന്നത്. അടുത്ത ലാസ്റ്റ് അംബേദ്കർ കോൺട്രിബ്യൂഷൻ, അതായത് ദളിത് മൂവ്മെന്റ് ഇൻ പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിലെ ലാസ്റ്റ് പോയിന്റ് ആണ് അംബേദ്കർ കോൺട്രിബ്യൂഷൻ. അംബേദ്കർ ആണ് ഏറ്റവും കൂടുതൽ ദളിതർക്ക് വേണ്ടി പോരാടിയ വ്യക്തിയും ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ എഴുതിയതൊക്കെ അംബേദ്കർ തന്നെയാണ്. അപ്പോൾ സ്റ്റാർട്ടഡ് ജേണൽ ബഹിഷ്കൃതി ഭാരത് ആൻഡ് ജനത, അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ബഹിഷ്കൃത് ഭാരത് ജനത എന്നീ പത്രങ്ങൾ ആരംഭിച്ചു. ഫോംഡ് സമാജ് സമസ്ത സംഘ്, അതേപോലെ തന്നെ ഒരു സമാജ് സമസ്ത സംഘും രൂപീകരിച്ചു. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ? ദളിതർക്ക് വേണ്ടിയിട്ട്. ലഡ് മഹത് സത്യാഗ്രഹ 1927 ഫോർ വാട്ടർ റൈറ്റ്, അതേപോലെ തന്നെ 1927 പൊതുകിണർ ഉപയോഗിക്കാൻ അവർക്ക് അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സത്യാഗ്രഹം നടത്തി. അതാണ് വാട്ടർ റൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ലഡ് മഹത് സത്യാഗ്രഹ 1927. ലഡ് ടെമ്പിൾ എൻട്രി മൂവ്മെന്റ്, കലാറം ടെമ്പിൾ, നാസിക്കിലെ കലാറം ടെമ്പിൾ മൂവ്മെന്റ്, അതായത് ദളിതർക്കും ക്ഷേത്രങ്ങളിലേക്ക് കയറാൻ അവകാശം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ മൂവ്മെന്റ് ആണ് ടെമ്പിൾ എൻട്രി മൂവ്മെന്റ്. എവിടെ? കലാറം ടെമ്പിളിൽ, നാസിക്കിലാട്ടോ കലാറം ടെമ്പിൾ. അടുത്തതാണ് ഫോംഡ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ, അംബേദ്കറുടെ നേതൃത്വത്തിൽ ദളിതർക്ക് വേണ്ടി രൂപീകരിച്ച ഒരു ഫെഡറേഷനാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ. ആൻഡ് വർക്ക്ഡ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർവേഷൻ ഓഫ് ദളിത്, ദളിതരുടെ വിദ്യാഭ്യാസത്തിനും അതേപോലെ തന്നെ സംവരണത്തിനും വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. വർക്ക്ഡ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർവേഷൻ ഓഫ് ദളിത്, ദളിതരുടെ വിദ്യാഭ്യാസത്തിനും അതേപോലെ തന്നെ സംവരണത്തിനും വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. അപ്പോൾ കുട്ടികളെ ഇത്രയും കാര്യങ്ങളാണ് വളരെ ലളിതമായ പോയിന്റിലൂടെയാണ് ടീച്ചർ ഇത് എഴുതിയിട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം പോയിന്റുകളാക്കി വെക്കുക. ഭക്തി മൂവ്മെന്റ്, നിയോ വേദാന്തിക് മൂവ്മെന്റ്, ഫാൻഗ്രൈറ്റൈസേഷൻ മൂവ്മെന്റ്, ഗാന്ധിജീസ് കോൺട്രിബ്യൂഷൻ ആൻഡ് അംബേദ്കർ കോൺട്രിബ്യൂഷൻ, ഈ 5 പോയിന്റ്സ് വെക്കുക. എന്നിട്ട് അത് ഓരോന്നും എടുത്ത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഇത്രയും ഇത് നിങ്ങൾ വളരെ ഷോർട്ടായിട്ട് എഴുതിയെടുക്കുക, നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മൾക്ക് ദളിത് ലിറ്റററി മൂവ്മെന്റിനെ കുറിച്ചാണ് അടുത്തത് പഠിക്കാനുള്ളത്. അതേപോലെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ദളിത് മൂവ്മെന്റ്, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ദളിത് മൂവ്മെന്റിനെ കുറിച്ചും ഒക്കെ നമുക്കിനി പറയാനുള്ളത്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ദളിത് മൂവ്മെന്റ് ആണ് ഇപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നത്. ഇനി കിട്ടിയതിന് ശേഷമുള്ള ദളിത് മൂവ്മെന്റ് എന്താ എന്നും അതേപോലെ തന്നെ ദളിത് ലിറ്റററി മൂവ്മെന്റ്, ദളിതർക്ക് വേണ്ടിയുള്ള സാഹിത്യത്തെ കുറിച്ചൊക്കെയാണ് ഇനി നമ്മൾക്ക് ഡിസ്കഷൻ നടത്താനുള്ളത് കേട്ടോ. ഓക്കെ, ഹായ് സ്റ്റുഡൻറ്, ഇനി നമ്മൾക്ക് ഡിസ്കഷൻ നടത്താനുള്ള ടോപ്പിക്കാണ് ദളിത് ലിറ്റററി മൂവ്മെന്റ്. അതായത് ദളിത് ലിറ്റററി മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ദളിത് സാഹിത്യ പ്രസ്ഥാനം. ദളിത് സാഹിത്യ പ്രസ്ഥാനത്തെ കുറിച്ചാണ് നമ്മൾക്ക് ഇനി ഡിസ്കഷൻ നടത്താനുള്ളത്. നമ്മൾ ദളിത് മൂവ്മെന്റിന് പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യ പഠിച്ചു. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ദളിത് മൂവ്മെന്റുകളെ കുറിച്ച് ഡിസ്കഷൻ നടത്തി. ഭക്തി മൂവ്മെന്റും നിയോ വേദിക് മൂവ്മെന്റും ഫാൻഗ്രൈറ്റൈസേഷൻ മൂവ്മെന്റും ഗാന്ധിജി കോൺട്രിബ്യൂഷൻ ആൻഡ് അംബേദ്കർ കോൺട്രിബ്യൂഷൻ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് നോക്കാനുള്ളതാണ് ദളിത് ലിറ്റററി മൂവ്മെന്റ്, അതായത് ദളിതരുടെ സാഹിത്യപരമായിട്ടുള്ള പ്രസ്ഥാനത്തെ കുറിച്ചാണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കഷൻ നടത്തുന്നത്. ദളിത് റൈറ്റിംഗ് ബിക്കം ആൻ ഓൾ ഇന്ത്യ ഫിനോമിനൻ. അതായത് ദളിത് എഴുത്തുകാർ ഓൾ ഇന്ത്യ തലത്തിലുള്ള ഒരു പ്രസ്ഥാനമായി വളർന്നു വന്നു. ദളിത് റൈറ്റിംഗ്സ് ബിക്കം ആൻ ഓൾ ഇന്ത്യ ഫിനോമിനൻ, ഒരു ഓൾ ഇന്ത്യ പ്രതിഭാസമായി മാറി. ആര്? ദളിത് റൈറ്റേഴ്സ്, ദളിത് എഴുത്തുകാർ. അപ്പൊ ദളിത് റൈറ്റിംഗ്സ് ഒരു ഓൾ ഇന്ത്യ ലെവലില് വളർന്നു വന്നു. അക്കോർഡിംഗ് ടു ഡഡ്വാല, ഈവൻ ബിഫോർ 1915 റൈറ്റേഴ്സ് എക്സ്പ്രസ്ഡ് ദളിത് ഇഷ്യൂസ്. അതേപോലെ തന്നെ 1960 മുമ്പേ തന്നെ ദളിത് പ്രശ്നങ്ങൾ സാഹിത്യത്തിൽ പ്രതിഫലിച്ചിരുന്നതായി ആരഭിപ്രായപ്പെട്ടു? ഡഡ്വാല, ഒരു ദളിത് സാഹിത്യകാരനായിട്ടുള്ള ഡഡ്വാല അഭിപ്രായപ്പെടുകയാണ്. അക്കോർഡിംഗ് ടു ഡഡ്വാല, ഈവൻ ബിഫോർ 1915 റൈറ്റേഴ്സ് എക്സ്പ്രസ്ഡ് ദളിത് ഇഷ്യൂ.
അതായത് 1960 മുമ്പ് തന്നെ ദളിത് പ്രശ്നങ്ങൾ സാഹിത്യത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. പല സാഹിത്യത്തിലും ദളിത് ഇഷ്യൂസുകൾ പരാമർശിച്ചിട്ടുണ്ട് എന്ന് ഡഡ്വാല അഭിപ്രായപ്പെട്ടു. ഇമ്പോർട്ടന്റ് ഏർലി റൈറ്റേഴ്സ്, അതേപോലെ തന്നെ അന്നത്തെ പ്രധാനപ്പെട്ട റൈറ്റേഴ്സുകളായിരുന്നു ബാബുറോ ബാങ്കുൾ, ബധു മഹാദേവ്, ശങ്കരകാന്ത്, നാരായൺ സർവി, അന്ന ബാവു സദേ തുടങ്ങിയവരൊക്കെ ആയിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ദളിത് ലിറ്ററേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ഏർലി റൈറ്റേഴ്സ് ബാബുറോ ബഗുൾ, അതേപോലെ തന്നെ ബാന്തു മാധവ് നട്ടോ മാധവ്, അതേപോലെ തന്നെ ശങ്കരകാന്ത്, നാരായണ സർവ്, അന്ന ബാവു സാദേ തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട ദളിത് ലിറ്ററേച്ചേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. അതേപോലെ ബാബുറാവു ബഗുൾ ഈസ് കൺസിഡേർഡ് ഇൻ പൈനിയർ ഓഫ് മറാത്തി ദളിത് ലിറ്ററേച്ചർ. അതായത് ബാബുറാവു ബാഗുൾ മറാത്തി ദളിത് സാഹിത്യത്തിന്റെ മുൻഗാമിയായിട്ട്, പൈനിയർ ആയിട്ടാണ് ബാബുറാവു ബാഗുളിനെ അറിയപ്പെടുന്നത്. ബാബുറാവു ബാഗുൾ ഈസ് കൺസിഡേർഡ് ഇൻ പൈനിയർ ഓഫ് മറാത്തി ദളിത് ലിറ്ററേച്ചർ. മറാത്തി ദളിത് സാഹിത്യത്തിലെ വഴികാട്ടി അഥവാ പൈനിയർ ആയിട്ടാണ് ആരെ അറിയപ്പെടുന്നത്? അതായത് മുൻഗാമിയായിട്ടാണ് ആരെ അറിയപ്പെടുന്നത്? ബാബുറാവു ബാഗുളിനെ കണക്കാക്കുന്നത്. ഹിസ് ബുക്ക്, അതേപോലെ തന്നെ ജീവമായി ജാത്ത് കൊറാലി 1953 എക്സ്പോസ്ഡ് കാസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അദ്ദേഹത്തിന്റെ അപ്പൊ ഈ ബാബുറാവു ബാഗുളിന്റെ ഒരു പ്രധാന ബുക്കായിരുന്നു ജീവ മൈ ജാത് കൊറാലി. ഈ ഒരു 1953 അദ്ദേഹം എഴുതിയ ഒരു പ്രധാനപ്പെട്ട ബുക്കായിരുന്നു ജീവ മൈ ജാത് കൊറാലി 1953 എക്സ്പോസ്ഡ് കാസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അതിലൂടെ ജാതി ചൂഷണത്തെ അദ്ദേഹം വെളിപ്പെടുത്തി. The Dalit Panthers helped to expand and strengthen Dalit literature. അതേപോലെ തന്നെ ദളിത് പാന്തേഴ്സ് ദളിത് സാഹിത്യ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി. ദളിത് പാന്തേഴ്സ് helped to expand and strengthen Dalit literature. അപ്പോൾ ദളിത് സാഹിത്യത്തെ ശക്തിപ്പെടുത്താൻ കാരണമായി ദളിത് പാന്തേഴ്സ്. Many Dalit writers become important voices and their works were translated into English. ദളിത് സാഹിത്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെടാനും ഇവർ കാരണമായി. അപ്പോൾ അതേപോലെ തന്നെ many Dalit writers become important voice and their works were translated into English. അപ്പോൾ ദളിത് സാഹിത്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നതിന് സഹായകമായി എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ദളിത് ലിറ്ററേച്ചറി മൂവ്മെന്റില് പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് എടുക്കാനുള്ളത് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ദളിത് മൂവ്മെന്റ്, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ദളിത് മൂവ്മെന്റിനെ കുറിച്ചാണ് ഡിസ്കഷൻ നടത്താനുള്ളത്. നമ്മള് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ദളിത് മൂവ്മെന്റ് എന്തൊക്കെയെന്ന് വ്യക്തമാക്കി. ഇനി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാല് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ദളിത് മൂവ്മെന്റുകളെ കുറിച്ചാണ് പറയുന്നത്. പ്രധാനമായും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 4 ദളിത് മൂവ്മെന്റുകളാണുള്ളത്. BR അംബേദ്കർ ആൻഡ് ബുദ്ധിസ്റ്റ് ദളിത് മൂവ്മെന്റ്, ദളിത് പാന്തേഴ്സ്, കോൺട്രിബ്യൂഷൻ ഓഫ് കാൻശിറാം, മായാവതി കോൺട്രിബ്യൂഷൻ ടു ദളിത് മൂവ്മെന്റ്. അങ്ങനെ 4 പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ദളിത് മൂവ്മെന്റുകളാണ് നമ്മൾക്ക് ഡിസ്കഷൻ നടത്താനുള്ളത്. പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ദളിത് മൂവ്മെന്റ് ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, FA ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ദളിത് മൂവ്മെന്റില് BR അംബേദ്കർ ആൻഡ് ബുദ്ധിസ്റ്റ് ദളിത് മൂവ്മെന്റും ദളിത് പാന്തേഴ്സും കോൺട്രിബ്യൂഷൻ ഓഫ് കാൻശിറാമും മായാവതി കോൺട്രിബ്യൂഷൻ ടു ദളിത് മൂവ്മെന്റും, ഈ 4 എണ്ണമാണ് നമ്മൾക്ക് എടുക്കാനുള്ളത്. അതിലെ ഫസ്റ്റ് വണ്ണാണ് BR അംബേദ്കർ ആൻഡ് ബുദ്ധിസ്റ്റ് ദളിത് മൂവ്മെന്റ്. അതായത് അംബേദ്കറിന്റെ
നേതൃത്വത്തിലുള്ള ബുദ്ധപരമായിട്ടുള്ള ദളിത് മൂവ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. കാരണം അംബേദ്കർ ഏകദേശം 2 ലക്ഷത്തോളം ആളുകളെ കൊണ്ട് ബുദ്ധമതം പഠിക്കാന് പോവുകയും അങ്ങനെ ബുദ്ധമതത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു ആര്? അംബേദ്കർ. അപ്പോ BR അംബേദ്കർ ആൻഡ് ബുദ്ധിസ്റ്റ് ദളിത് മൂവ്മെന്റ് എന്തായെന്ന് നമുക്ക് നോക്കാം. BR അംബേദ്കർ വാസ് ദ മെയിൻ ലീഡർ ഓഫ് ദളിത് മൂവ്മെന്റ്. ദളിത് പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടാണ് അംബേദ്കറെ പരിഗണിക്കുന്നത്. He became India's first law minister 1947. 1947 ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയായിരുന്നു. He was chairman of the drafting committee of the constitution. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപം കൊടുത്തിരുന്നു, അതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അതിന്റെ ചെയർമാൻ ആയിരുന്നു അംബേദ്കർ. He ensured abolition of untouchability and equality rights. അൺടച്ചബിലിറ്റി ഒഴിവാക്കുന്നതിനും ഇക്വാലിറ്റി റൈറ്റ് സമത്വം കൈവരിക്കുന്നതിനും അദ്ദേഹം ഉറപ്പു നൽകി. ഈ എൻഷുർഡ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ ഒഴിവാക്കുകയും ആൻഡ് ഈക്വാലിറ്റി റൈറ്റ് സമത്വം അവകാശമാക്കി സമത്വം നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. He introduced reservation in job, education and service for SC/ST. അതേപോലെ തന്നെ SC/ST വിഭാഗത്തിലുള്ളവർക്ക് തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സേവന മേഖലയിലും സംവരണം ആരംഭിച്ചു. He introduced reservation in job, education and service for SC/ST. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു മൂവ്മെന്റിൽ വരുന്നത്. ഇനി കൺവെൻഷൻ ടു ബുദ്ധിസം, അദ്ദേഹം എങ്ങനെയാണ് ബുദ്ധിസത്തിലേക്ക് മാറിയത് നോക്കാം. അംബേദ്കർ ബിലീവ്ഡ് ബുദ്ധിസം വുഡ് ഹെൽപ്പ് ദളിത് ഗെയിൻ ഇക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി. അംബേദ്കർ വിശ്വസിച്ചത് ബുദ്ധമതം ദളിതർക്ക് സമത്വവും സ്വാതന്ത്ര്യവും നൽകുമെന്നാണ്. ബുദ്ധമതത്തിലൂടെ ദളിതർക്ക് ഈക്വാലിറ്റിയും ഡിഗ്നിറ്റിയും കൈവരിക്കാൻ കഴിയുമെന്ന് അംബേദ്കർ വിശ്വസിച്ചു. അംബേദ്കർ ബിലീവ്ഡ് ബുദ്ധിസം വുഡ് ഹെൽപ്പ് ദളിത് ഗെയിൻ ഈക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി. അംബേദ്കർ എന്താണ് വിശ്വസിച്ചത്? ബുദ്ധമതത്തിലൂടെ ദളിതർക്ക് സമത്വവും ഈക്വാലിറ്റിയും ഡിഗ്നിറ്റിയും കൈവരിക്കാൻ സാധിക്കുമെന്ന് അംബേദ്കർ വിശ്വസിച്ചു. He founded ഭാരതീയ ബുദ്ധ മഹാസഭ 1955. അങ്ങനെ 1955 ഒരു ഭാരതീയ ബുദ്ധ മഹാസഭ എന്ന പേരിൽ ഒരു ഫൗണ്ടേഷന് രൂപം കൊടുത്തു. On 14th October 1956 the converted to Buddhism in Nagpur. അങ്ങനെ 1956 ഒക്ടോബർ 14 നാഗപ്പൂരിൽ അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. On 14th October 1956 the converted to Buddhism in Nagpur. നാഗപ്പൂരിൽ അദ്ദേഹം 1956 ബുദ്ധമതം സ്വീകരിച്ചു. About 5 lakh followers converted with. അങ്ങനെ ഏകദേശം 5 ലക്ഷത്തോളം അനുയായികള് ബുദ്ധമതത്തിലേക്ക് അംബേദ്കറുടെ കൂടെ പങ്കുചേർന്നു, ഫോളോവേഴ്സ് ഉണ്ടായി. കൺവേർഷൻ വാസ് സീൻ ആസ് എ വേ ടു എസ്കേപ്പ് കാസ്റ്റ് ഒപ്രഷൻ. ഇത് ജാതി പീഡനത്തിൽ നിന്നും മോചനം നേടാനുള്ള ഒരു മാർഗമായിട്ട് അദ്ദേഹം എന്തിനെ കണ്ടു? ബുദ്ധിസത്തെ പരിഗണിച്ചു. കൺവേർഷൻ വാസ് സീൻ ആസ് എ വേ ടു എസ്കേപ്പ് കാസ്റ്റ് ഒപ്രഷൻ. അപ്പൊ ജാതി ഒപ്രഷനിൽ നിന്നും മോചനം നേടാനുള്ള ഒരു മാർഗമായിട്ടാണ് അദ്ദേഹം ഏത് മതത്തെ കണ്ടത്? ബുദ്ധിസത്തെ കണ്ടത്. അപ്പൊ കുട്ടികളെ, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ദളിത് മൂവ്മെന്റിൽ നമ്മൾ BR അംബേദ്കർ ആൻഡ് ബുദ്ധിസ്റ്റ് ദളിത് മൂവ്മെന്റ് ആണ് ഇപ്പൊ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് ദളിത് ഫാദേഴ്സും കോൺട്രിബ്യൂഷൻ ഓഫ് കാൻശിറാമും മായാവതി കോൺട്രിബ്യൂഷൻ ടു ദളിത് മൂവ്മെന്റ്, ഈ 3 പോയിന്റ്സുകളും കൂടി അനലൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ദളിത് മൂവ്മെൻറ്റ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ദളിത് മൂവ്മെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ അനലൈസ് ചെയ്തു. ഏത്? BR അംബേദ്കർ ആൻഡ് ബുദ്ധിസ്റ്റ് ദളിത് മൂവ്മെൻറ്റ് എന്താ എന്ന് നമ്മൾ അനലൈസ് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് 3 കാര്യങ്ങളും കൂടി പറയാനുണ്ട്. 4 എണ്ണമാണ് ഉള്ളത്. അതിൽ ദളിത് പാന്തേഴ്സും കോൺട്രിബ്യൂഷൻ ഓഫ് കാൻശിറാമും മായാവതി കോൺട്രിബ്യൂഷൻ ഓഫ് ദളിത് മൂവ്മെന്റും, ഈ 3 പോയിന്റും കൂടി നമ്മൾക്ക് അനലൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ദളിത് പാന്തേഴ്സ് എന്താ എന്ന് നോക്കാം. എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ ദളിത് പാന്തേഴ്സ്? ദളിത് പാന്തേഴ്സ് വാസ് ഫൗണ്ടഡ് ഇൻ 1972 ഇൻ
ബൈ നമേദോ ദാഫൽ ആൻഡ് JV പവാർ. അതായത് 1972 മഹാരാഷ്ട്രയിലെ നാംദേവ് ദാഫൽ ആൻഡ് JV പവാർ ആണ്. ഇവർ രണ്ടുപേരും ചേർന്നാണ് ദളിത് പാന്തേഴ്സ് എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. ദളിത് പാന്തേഴ്സ് വാസ് ഫൗണ്ടഡ് ഇൻ 1972 ഇൻ മഹാരാഷ്ട്ര ബൈ നാമേദ് ദാഫൽ ആൻഡ് JV പവാർ. JV പവാറിൻ്റെയും അതേപോലെ നാംദേവ് ദാഫലിൻ്റെയും നേതൃത്വത്തിൽ 1972 മഹാരാഷ്ട്രയിൽ ദളിത് പാന്തേഴ്സ് എന്ന ദളിതർക്കു വേണ്ടിയുള്ള സംഘടന രൂപം കൊണ്ടത്. ഇൻസ്പയർഡ് ബൈ ബ്ലാക്ക് പാന്തർ പാർട്ടി ആൻഡ് അംബേദ്കേഴ്സ് ഐഡിയോളജി. മാത്രല്ല ഈ ഒരു ദളിത് പാന്തേഴ്സ് എന്ന ഈ ഒരു സംഘടന ഏതൊക്കെ കാര്യങ്ങളുമായിട്ട് പ്രചോദനം നൽകിയിരുന്നു? ബ്ലാക്ക് പാന്തർ പാർട്ടിയുടെയും അംബേദ്കറിൻ്റെയും ആശയങ്ങളെ സ്വാധീനമുണ്ടായിരുന്നു. ഈ ദളിത് പാന്തേഴ്സ് എന്ന ഈ നാമദേവ് ദാഫലും JV പവാറും കൂടി നേതൃത്വം കൊടുത്ത ഈ ദളിത് പാന്തേഴ്സിനെ സ്വാധീനം ചെലുത്തിയത് എന്തൊക്കെയായിരുന്നു? ബ്ലാക്ക് പാന്തർ പാർട്ടി ആൻഡ് അംബേദ്കർ ഐഡിയോളജി. ബ്ലാക്ക് പാന്തർ പാർട്ടിയുടെയും അംബേദ്കറിൻ്റെ ആശയങ്ങളുമാണ് സ്വാധീനം ചെലുത്തിയത്. It was a radical movement against caste discrimination and social inequality. ജാതി വിവേചനത്തെയും സാമൂഹിക അസമത്വത്തെയും എതിർത്തൊരു ശക്തമായ പ്രസ്ഥാനമായിരുന്നു ഇത്. ജാതി വിവേചനത്തെയും സാമൂഹിക അസമത്വത്തെയും എതിർത്ത ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് ദളിത് പാന്തേഴ്സ് നിലകൊണ്ടത്. Members were mostly young neo-Buddhist with revolutionary ideas. അതേപോലെ തന്നെ മെമ്പേഴ്സ് വർ മോസ്റ്റ്ലി യങ് നിയോ-ബുദ്ധിസ്റ്റ് വിത്ത് റവല്യൂഷണറി ഐഡിയാസ്. അതേപോലെ അംഗങ്ങൾ കൂടുതലും യുവാക്കളും അതേപോലെ തന്നെ ബുദ്ധിസ്റ്റുകളുമായിരുന്നു. ഈ ഒരു ദളിത് പാന്തേഴ്സ് എന്ന ഈ സംഘടനയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് യുവാക്കളായിട്ടുള്ള ആളുകളും അതേപോലെ തന്നെ ബുദ്ധിസ്റ്റ് ഐഡിയോളജി ഫോളോ ചെയ്യുന്നവരുമായിരുന്നു ഈ ദളിത് പാന്തേഴ്സിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. കമ്പൈൻഡ് ഐഡിയാസ് ഓഫ് BR അംബേദ്കർ ആൻഡ് മാർക്സിസം. മാത്രല്ല അംബേദ്കറിൻ്റെയും കാറൽ മാർക്സിന്റെ ആശയങ്ങളും ഇതിൽ സംയോജിപ്പിച്ചു. കമ്പൈൻഡ് ഐഡിയാസ് ഓഫ് BR അംബേദ്കർ ആൻഡ് മാർക്സിസം. അംബേദ്കറിൻ്റെയും മാർക്സിസത്തിൻ്റെയും രണ്ടാശയങ്ങളും കമ്പയർ ചെയ്തുകൊണ്ടാണ് ദളിത് പാന്തേഴ്സിൽ സംയോജിപ്പിച്ചത്. gave new political identity and militancy to ദളിത് മൂവ്മെന്റ്. ദളിത് പ്രസ്ഥാനത്തിന് പുതിയ രാഷ്ട്രീയ തിരിച്ചറിവ് നൽകാൻ ഇതിനു സാധിച്ചു. ഹെൽപ്ഡ് പോപ്പുലറൈസ് ദ ടേം ദളിത്. അങ്ങനെ ദളിത് എന്ന പദം കൂടുതൽ പ്രചാരത്തിൽ എത്താൻ സാധിച്ചു. ഹെൽപ്ഡ് പോപ്പുലറൈസ് ദ ടേം ദളിത്. ദളിത് എന്ന പദം കൂടുതൽ പ്രചാരത്തിലാകുന്നതിനും ഈ ദളിത് പാന്തേഴ്സ് സഹായകമായി. ബട്ട് ലാക്ക്ഡ് ക്ലിയർ ഐഡിയോളജി, ഓർഗനൈസേഷൻ ആൻഡ് ലീഡർഷിപ്പ് സ്റ്റെബിലിറ്റി. എന്നാൽ വ്യക്തമായ ആശയവും സംഘടനാ സ്ഥിരതയും ഇതിന് കുറവായിരുന്നു. ബട്ട് ലാക്ക്ഡ് പറഞ്ഞാൽ കുറവ്. വ്യക്തമായിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയോളജിയും ഓർഗനൈസേഷൻ സംഘടനാ പാഠവും നേതൃത്വവും ഒക്കെ ഈ ഒരു ദളിത് പാന്തേഴ്സിന് കുറവായിരുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ദളിതർക്ക് വേണ്ടി രൂപം കൊണ്ട ഒരു പ്രധാന ഓർഗനൈസേഷനാണ് ദളിത് പാന്തേഴ്സ്. 1972 മഹാരാഷ്ട്രയിലെ നാമദേവ് ദാഫൽ ആൻഡ് JV പവാറിന്റെ നേതൃത്വത്തിലാണ് ദളിത് പാന്തേഴ്സ് എന്ന ഈ സംഘടന രൂപം കൊണ്ടത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ടീച്ചർ എഴുതിയിട്ട് വ്യക്തമാക്കി തന്നത്. അടുത്തതാണ് കോൺട്രിബ്യൂഷൻ ഓഫ് കാൻഷിറാമിന്റെ സംഭാവനകൾ. അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ദളിത് മൂവ്മെന്റ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ദളിത് മൂവ്മെന്റിലെ പ്രധാനപ്പെട്ട ഒരു ദളിത് മൂവ്മെന്റ് ആണ് കോൺട്രിബ്യൂഷൻ ഓഫ് കാൻഷിറാം. ഫൗണ്ടർ ഓഫ് ബഹുജൻ സമാജ് പാർട്ടി ഓർ BSP ഇൻ 1984. 1984 ബഹുജൻ സമാജ് പാർട്ടി അഥവാ BSPയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു കാൻഷിറാമിന് രൂപം കൊടുത്തത്. കോൺട്രിബ്യൂഷൻ ഓഫ് കാൻഷിറാമിന് രൂപം കൊടുത്തത് 1984 ബഹുജൻ സമാജ് പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു.
വർക്ക്ഡ് ഫോർ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് SC, ST, OBC ആൻഡ് മൈനോറിറ്റി. അതേപോലെ SC, ST, OBC ന്യൂനപക്ഷങ്ങളുടെ അപ്ലിഫ്റ്റ്മെന്റ് പറഞ്ഞാൽ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു കാൻശിറാം എന്ന ഈ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. ആൻഡ് ദെൻ ഇൻസ്പയർഡ് ബൈ അംബേദ്കർ, ജ്യോതിബ ഫുലെ ആൻഡ് പെരിയാർ. മാത്രല്ല അംബേദ്കർ, ജ്യോതിബ ഫുലെ, പെരിയാർ രാമസ്വാമി അയ്യർ നാട്ടോ, പെരിയാറിന് ഷോർട്ടാണ്. അപ്പൊ ഇവരേനൊക്കെ ഈ ഒരു കാൻശിറാം എന്ത് ചെയ്തു, പ്രചോദനം നേടി എന്നാണ് പറയുന്നത്. ഫൗണ്ടഡ് BAMCEF ഇൻ 1973. അങ്ങനെ 1973 ഇതിൻ്റെ മറ്റൊരു മേഖല ഇതായിട്ടുള്ള BAMCEF 1973 രൂപം കൊടുക്കുകയും സ്പ്രെഡ് അവയർനെസ് അബൌട്ട് കാസ്റ്റ് ഒപ്രഷൻ, അങ്ങനെ ജാതി വ്യവസ്ഥയുടെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. ഓർഗനൈസ്ഡ് അംബേദ്കർ മേള ആൻഡ് സോഷ്യൽ അവയർനെസ് പ്രോഗ്രാം, അങ്ങനെ അംബേദ്കർ മേള പോലുള്ള സമ്മേളനങ്ങൾ പോലുള്ള ഒരു ജനങ്ങൾ കൂടിച്ചേരുന്ന ഒരു മീറ്റിംഗ്സിന് അംബേദ്കർ തുടക്കം കുറിച്ചു. ഓർഗനൈസ്ഡ് അംബേദ്കർ മേള ആൻഡ് സോഷ്യൽ അവയർനെസ് പ്രോഗ്രാം, അതായത് സാമൂഹിക ബോധം മനസ്സിലാക്കുന്നതിന് വേണ്ടിയും സാമൂഹികപരമായിട്ടുള്ള ബോധം ആളുകൾ ജനിപ്പിക്കാൻ വേണ്ടി സമ്മേളനങ്ങൾ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ വിളിച്ചു കൂട്ടി. ബിൽറ്റ് സ്ട്രോങ് പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് എമംഗ് ദളിത്, അങ്ങനെ ദളിതർക്കിടയിൽ ഒരു രാഷ്ട്രീയ ബോധം വളർത്താൻ സഹായകമായി. ഇതാണ് കോൺട്രിബ്യൂഷൻ ഓഫ് കാൻശിറാമിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു തരാനുള്ളത്. ആൻഡ് ദെൻ ലാസ്റ്റ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ദളിത് മൂവ്മെന്റ് ആണ്, ലാസ്റ്റ് പോയിന്റ് ആണ് കോൺട്രിബ്യൂഷൻ ഓഫ് മായാവതി. നോക്കാം നമുക്ക്. കോൺട്രിബ്യൂഷൻ ഓഫ് മായാവതി, BSP ലീഡർ ആൻഡ് ചീഫ് മിനിസ്റ്റർ ഓഫ് ഉത്തർപ്രദേശ്, അതായത് ഉത്തർപ്രദേശിലെ ചീഫ് മിനിസ്റ്ററും അതേപോലെ തന്നെ ബഹുജൻ സമാജ് പാർട്ടിയുടെ നേതാവുമായിട്ടുള്ള മായാവതിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടതാണ് കോൺട്രിബ്യൂഷൻ ഓഫ് മായാവതി. BSP ലീഡർ ആൻഡ് ചീഫ് മിനിസ്റ്റർ ഓഫ് ഉത്തർപ്രദേശ്. വർക്ക്ഡ് ഫോർ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് SC, ST ആൻഡ് വീക്കർ സെക്ഷൻ, അതേപോലെ ദരിദ്രർക്കും ദളിതർക്കും അതെ SC, ST പിന്നോക്ക വിഭാഗക്കാർക്കും വേണ്ടിയാണ് ഈ ഒരു മായാവതിയുടെ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള ഈ സംഘടന പ്രവർത്തിച്ചിരുന്നത്. വർക്ക്ഡ് ഫോർ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് SC, ST ആൻഡ് വീക്കർ സെക്ഷൻ. വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ദളിത് വിഭാഗങ്ങൾക്കും SC, ST കാറ്റഗറികളുടെയും അപ്ലിഫ്റ്റ്മെന്റ് വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു സംഘടന പ്രവർത്തിച്ചിരുന്നത്. കോൺട്രിബ്യൂഷൻ ടു ലാൻഡ് ടു പുവർ ആൻഡ് ദളിത്, അതേപോലെ തന്നെ ഇവിടെ അതേപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ലാൻഡ് ആൻഡ് ടു പുവർ ആൻഡ് ദളിത്, ദളിതർക്കും വേണ്ടിയുള്ള പലതരത്തിലുള്ള ഫണ്ടുകളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. മാത്രമല്ല ഭൂമി, ലാൻഡ്, ഡിസ്ട്രിബ്യൂട്ടഡ് ലാൻഡ് പറഞ്ഞാൽ ഭൂമി വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ലാൻഡ് ടു പുവർ ആൻഡ് ദളിത്, ദളിതർക്കും ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് ഈ ഒരു മായാവതിയുടെ നേതൃത്വത്തിൽ ഭൂമി വിതരണം ചെയ്യപ്പെട്ടു. ഇംപ്ലിമെന്റഡ് റിസർവേഷൻ ആൻഡ് വെൽഫെയർ സ്കീം, അതേപോലെ തന്നെ ദളിതർക്കായിട്ടുള്ള റിസർവേഷൻ സ്കീമുകളും വെൽഫെയർ സ്കീമുകൾക്കൊക്കെ വെൽഫെയർ പറഞ്ഞാൽ ക്ഷേമം, അപ്പോൾ സംവരണം ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചു. പ്രൊവൈഡിങ് ഹൗസിംഗ് സ്കീം ഫോർ പുവർ പീപ്പിൾ, അതേപോലെ തന്നെ ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് ഹൗസിംഗ് സ്കീം വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തു. ബിൽട്ട് കമ്മ്യൂണിറ്റി ഹാൾ ഫോർ ദളിത്, അതേപോലെ തന്നെ ദളിതർക്കായിട്ട് പ്രത്യേകം കമ്മ്യൂണിറ്റി ഹാളുകൾ രൂപം കൊടുത്തു. സ്ട്രെങ്തൻഡ് ആൻഡ് ദളിത് എംപവർമെന്റ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്, ദളിതർക്കിടയിൽ ആത്മവിശ്വാസവും ശക്തിയും വർദ്ധിപ്പിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മായാവതിയുടെ നേതൃത്വത്തിലുള്ള ദളിത് അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി രൂപം കൊടുത്ത കാര്യങ്ങൾ. അതാണ് കോൺട്രിബ്യൂഷൻ ഓഫ് മായാവതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ദളിത് മൂവ്മെന്റും പഠിച്ചു, അതേപോലെ തന്നെ പ്രീ ഇൻഡിപെൻഡന്റ് ദളിത് മൂവ്മെന്റും പഠിച്ചു. പ്രീ ഇൻഡിപെൻഡന്റ് ദളിത് മൂവ്മെന്റ് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ദളിത് മൂവ്മെന്റ് ആണ്. പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ദളിത് മൂവ്മെന്റ് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ദളിത് മൂവ്മെന്റ് ആണ്. ഇത് രണ്ടും എസ്എ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് രണ്ടും മാറരുത്. ഒന്ന് അതായത് പ്രീ ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ദളിത് മൂവ്മെന്റ്, അത് നമ്മൾ എത്ര എണ്ണം പഠിച്ചു? 6 പോയിന്റുകൾ പഠിച്ചു.
പോസ്റ്റ് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ദളിത് മൂവ്മെന്റുകൾ, അത് 4 പോയിന്റാണ്. BR അംബേദ്കർ ആൻഡ് ബുദ്ധിസ്റ്റ് ദളിത് മൂവ്മെന്റ്, ദളിത് പാന്തേഴ്സ്, കോൺട്രിബ്യൂഷൻ ഓഫ് കാൻഷിറാം, മായാവതി കോൺട്രിബ്യൂഷൻ ടു ദളിത് മൂവ്മെന്റ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഷോർട്ടാക്കി എഴുതിയെടുക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇനി നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത്, അതായത് ദളിത് വുമൺ മൂവ്മെന്റ്, അതായത് ദളിത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾക്ക് ഡിസ്കഷൻ നടത്താനുള്ളത്. എന്താ എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, ഹൈ സ്റ്റുഡൻറ്റ്, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ദളിത് വുമൺസ് മൂവ്മെൻറ്റ്. ദളിത് വുമൺസ് മൂവ്മെൻറ്റ്, അതായത് ദളിത് സ്ത്രീകളുടെ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ഇവിടെ ഡിസ്കഷൻ നടത്തുന്നത്. ഈ 9th യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ദളിത് വുമൺസ് മൂവ്മെൻറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ദളിത് വുമൺസ് മൂവ്മെൻറ്റിൽ വ്യക്തമാക്കുന്നത് നമുക്ക് നോക്കാം. In 1928, a woman association was formed in Bombay under the leadership of Ramabai Ambedkar. 1928 ബോംബെയിൽ രമാബായി അംബേദ്കറുടെ നേതൃത്വത്തിലാണ് ദളിത് വനിതാ സംഘടന രൂപം വന്നത്. In 1928, a woman association was formed in Bombay under the leadership of Ramabai Ambedkar. രമാബായി അംബേദ്കറുടെ നേതൃത്വത്തിൽ ബോംബെയിലാണ് 1928 ദളിത് സ്ത്രീകളുടെ പ്രസ്ഥാനം, ദളിത് വുമൺസിൻ്റെ ഒരു അസോസിയേഷൻ രൂപം കൊണ്ടത്. In 1942, the All India Deprived Class Women Conference was held with 25,000 women participating. അങ്ങനെ 1942 ഓൾ ഇന്ത്യ ഡിപ്രൈവ്ഡ് ക്ലാസ് വുമൺ കോൺഫറൻസ് സംഘടിപ്പിക്കുകയും ഏകദേശം 25,000 സ്ത്രീകൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. In 1942, the All India Deprived Class Women Conference was held with 25,000 women participating. 1942 ഓൾ ഇന്ത്യ ഡിപ്രൈവ്ഡ് ക്ലാസ് വുമൺ കോൺഫറൻസിൽ 25,000 സ്ത്രീകളാണ് പങ്കെടുത്തത്. ആൻഡ് ദെൻ in 1993, Ruth Manorama founded the National Federation of Dalit Women, NFW. അതായത് 1993 റൂത്ത് മനോരമ, അതൊരു സ്ത്രീയുടെ പേരാണ്, റൂത്ത് മനോരമ എന്ന പേരിലുള്ള സ്ത്രീ ഫൗണ്ട് ചെയ്ത ഒരു ഫെഡറേഷനാണ് നാഷണൽ ഫെഡറേഷൻ ഓഫ് ദളിത് വുമൺ. നാഷണൽ ഫെഡറേഷൻ ഓഫ് ദളിത് വുമൺ എന്ന പേരിൽ 1993 രൂപം കൊടുത്തൊരു സംഘടനയാണ് റൂത്ത് മനോരമയുടെ നേതൃത്വത്തിൽ. In 1995, ദളിത് മഹിളാ സംഘടന വാസ് ഫോർമർ ഇൻ മഹാരാഷ്ട്ര. 1995 ദളിത് മഹിളാ സംഘടന, അതായത് മഹാരാഷ്ട്രയിലെ ദളിത് മഹിളാ സംഘടന രൂപീകരിച്ചു. 1995 ദളിത് സ്ത്രീകളുടെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത ഒരു സംഘടനയായിരുന്നു ദളിത് മഹിളാ സംഘടന വാസ് ഫോംഡ് ഇൻ മഹാരാഷ്ട്ര. 1995 In 1995 മഹാരാഷ്ട്രയിലെ ദളിത് സ്ത്രീകൾക്ക് വേണ്ടി രൂപം കൊണ്ട ഒരു സംഘടനയായിരുന്നു ദളിത് മഹിളാ സംഘടന. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദളിത് വുമൺ ഇഷ്യൂ were raised at international conference like the ബെയ്ജിംഗ് വുമൺസ് കോൺഫറൻസ്. അതായത് ബീജിംഗ് വുമൺസ് കോൺഫറൻസ്, ബീജിംഗ് വനിതാ സമ്മേളനത്തിലും മറ്റു അന്താരാഷ്ട്ര വേദികളിലും ദളിത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. ദളിത് വുമൺ ഇഷ്യൂ were raised at international conference like ബീജിംഗ് വുമൺസ് കോൺഫറൻസ്. ബീജിംഗ് വുമൺസ് കോൺഫറൻസിൽ, അതായത് ബീജിംഗ് വനിതാ സമ്മേളനത്തിലും അന്താരാഷ്ട്ര ഇന്റർനാഷണൽ കോൺഫറൻസിലൊക്കെ ദളിത് സ്ത്രീകൾ നേരിട്ടിരുന്ന ഇഷ്യൂസുകൾ ഉന്നയിക്കാനും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാനും തുടങ്ങി. അങ്ങനെ രമാബായി അംബേദ്കർ, അതേപോലെ ഗീതാബായി ഗ്വായ്ക്വാഡ്, അതേപോലെ കീർത്തിബായി പട്ടീൽ, സുലോചനാബായി
ഫുലോജനാബായി ഡോങ്രെ വേർ കീ ലീഡേഴ്സ്. അതേപോലെ തന്നെ ഈ ദളിത് വുമൺ മൂവ്മെന്റിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട വുമൺസ് ആയിരുന്നു രമാബായി അംബേദ്കറും ഗീതാബായി ഗായ്ക്വാഡും കീർത്തിബായി പട്ടേലും ഫുലോജനാബായി ഡോങ്രെ തുടങ്ങിയ വുമൺസ് ലീഡേഴ്സാണ് ഈ ദളിത് വുമൺസ് മൂവ്മെന്റിന് വേണ്ടി ശക്തമായിട്ട് പോരാടിയ വുമൺ ലീഡേഴ്സായിട്ട് അറിയപ്പെടുന്നത്. അങ്ങനെ 3 types of oppression faced by ദളിത് വുമൺ. ദളിത് സ്ത്രീകൾ പ്രധാനമായും 3 പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്തിരുന്നത്. കാസ്റ്റ് ഒപ്രഷൻ ബൈ അപ്പർ കാസ്റ്റ്, അതായത് ഉയർന്ന ജാതിക്കാരുടെ ജാതി പീഡനം, കാസ്റ്റ് ഒപ്രഷൻ ബൈ അപ്പർ കാസ്റ്റ്. ക്ലാസ് ആൻഡ് എക്കണോമിക് ഒപ്രഷൻ ബൈ ലാൻഡ് ഓണേഴ്സ്, ഭൂ ഉടമകളുടെ അതേപോലെ തന്നെ വലിയ വലിയ ഭൂർഷാഫികളുടെയൊക്കെ സാമ്പത്തികപരമായിട്ടുള്ള ചൂഷണങ്ങളെ. പാട്രിയാർക്കൽ ഒപ്രഷൻ ബൈ മെൻ, പുരുഷാധിപത്യ പീഡനം, അതായത് പിത്രാധിപത്യം എന്നറിയും. പുരുഷനാണ് മുൻപന്തിയിലെ എല്ലാ കാര്യങ്ങൾക്കും പുരുഷനാണ് എന്ന ആ ചിന്തയും സ്ത്രീകൾ നേരിട്ടിരുന്ന ഫേസ് ചെയ്തിരുന്ന പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ 3 പ്രോബ്ലംസ് ആണ് സ്ത്രീകൾ ഫേസ് ചെയ്തത്. ടൈപ്സ് ഓഫ് ഒപ്രഷൻ ഫേസ്ഡ് ബൈ ദളിത് വുമൺ, അതായത് 3 തരത്തിലുള്ള ഒപ്രഷൻസ് ആണ് ദളിത് സ്ത്രീകൾ ഫേസ് ചെയ്തത്. ഫസ്റ്റ് വൺ കാസ്റ്റ് ഒപ്രഷൻ ബൈ അപ്പർ കാസ്റ്റ്, സെക്കൻഡ് വൺ ക്ലാസ് ആൻഡ് എക്കണോമിക് ഒപ്രഷൻ ബൈ ലാൻഡ് ഓണേഴ്സ്, ആൻഡ് തേർഡ് വൺ പാട്രിയാർക്കൽ ഒപ്രഷൻ ബൈ മെൻ. അതേപോലെ തന്നെ പിന്നീട് ഗോൾ ഓഫ് ദളിത് വുമൺ, ഈ ദളിത് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ദളിത് വനിതാ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഗോൾ ഓഫ് ദളിത് മൂവ്മെന്റ്, ദളിത് മൂവ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ, വുമൺസ് ദളിത് മൂവ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ. ഫസ്റ്റ് വൺ ടു ചേഞ്ച് കാസ്റ്റ് ഇൻഈക്വാലിറ്റി, ജാതി അസമത്വം ഇല്ലാതാക്കുക. ടു പ്രൊമോട്ട് ലീഡർഷിപ്പ് ഓഫ് ദളിത് വുമൺ, അതേപോലെ തന്നെ ദളിത് വുമൺ മൂവ്മെന്റിന്റെ ലീഡർഷിപ്പ് സ്ത്രീകളിൽ പ്രോത്സാഹനം നൽകുക. ടു പ്രൊമോട്ട് ലീഡർഷിപ്പ് ഓഫ് ദളിത് വുമൺ, ദളിത് വുമൺസിന് നേതൃത്വം കൊടുക്കുന്ന ആ സ്ത്രീകൾക്ക് പ്രോത്സാഹനം നൽകുക. ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് വയലൻസ്, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്ക് പ്രതിഷേധിക്കുക, അവരെ സംരക്ഷിക്കുക, പ്രൊട്ടസ്റ്റ് ചെയ്യുക. ടു സെക്യൂർ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ റൈറ്റ്, അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പുകളിൽ സ്വന്തം അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. ടു എൻഷുർ ബെനിഫിറ്റ് ഓഫ് ഗവൺമെന്റ് സ്കീം റീച്ച് ദളിത്, സർക്കാർ പദ്ധതികളുടെ ഗുണം എല്ലാ ദളിതർക്കും ലഭ്യമാക്കുക. ടു എൻഷുർ ബെനിഫിറ്റ് ഓഫ് ഗവൺമെന്റ് സ്കീം റീച്ച് ദളിത്, അതായത് സർക്കാർ പദ്ധതികളുടെ എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റും ദളിതർക്ക് ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ലക്ഷ്യമായിട്ട് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു 9th യൂണിറ്റിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതായത് ആദ്യം നമ്മൾ ദളിതർ എന്താ എന്നും അതേപോലെ തന്നെ ദളിത് മൊബിലൈസേഷൻ ആൻഡ് ദളിത് കോൺഷ്യസ്നെസ്സും പിന്നെ ദളിത് മൂവ്മെൻറ്റ് ഇൻ പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യയും അതേപോലെ തന്നെ ദളിത് ലിറ്റററി മൂവ്മെൻറ്റും പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ദളിത് മൂവ്മെൻറ്റും അതേപോലെ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ദളിത് മൂവ്മെൻറ്റിൽ പ്രധാനപ്പെട്ട 4 പോയിൻറ്റ്സുകളും അങ്ങനെ ദളിത് വുമൺ മൂവ്മെൻറ്റും അതായത് ദളിത് സ്ത്രീ പ്രസ്ഥാനവും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. ഈ യൂണിറ്റിലെ എല്ലാ ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ 9th യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ടീച്ചർ നോട്ട് ബോർഡും എഴുതിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നന്നായി എഴുതിയെടുക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. നമ്മൾക്ക് ഈ ഒരു സബ്ജക്റ്റിലെ 10th യൂണിറ്റിലേക്ക് കടക്കാം കേട്ടോ. ഓക്കെ.